മഹാരാഷ്ട്രയിൽ ലോക്സഭാ ഫലം ആവർത്തിക്കുമോ അതോ മഹായുതി ആയിരിക്കുമോ നേട്ടം കൈവരിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം. രാഷ്ട്രീയ കൂർമ്മബുദ്ധി അരങ്ങേറുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ജനവിധി എങ്ങോട്ടായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ആകെ 288 സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. അതിൽ പ്രധാനമായും 145 സീറ്റുകളാണ് സുപ്രധാനം. മഹാവികാസ് അഘാഡ്, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ മഹാരാഷ്ട്രയിലെ പേര് അങ്ങനെയാണ്. NDAയുടെ പേര് മഹായുതിയും എന്നാണ്. ഇവർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അഭിപ്രായ സർവേകൾ പ്രകാരം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായിരിക്കും മഹാരാഷ്ട്രയുടെ എല്ലാ മേഖലകളിലും നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 6 മേഖലകളാണുള്ളത്. ഈ വിട്ടുവീഴ്ചയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും അത് വളരെ കുറഞ്ഞ മാർജിനിൽ നിന്നുകൊണ്ടുള്ള വിജയമായിരിക്കും സംഭവിക്കുന്നത്. 145 എന്നത് ഒരു മാന്ത്രിക സംഖ്യയാണെങ്കിൽ 150 എന്ന രീതിയിലായിരിക്കും വിജയം കൈവരിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഒട്ടേറെ വർഗീയ ചേരിതിരിവുകളുടെ പ്രചാരണങ്ങളാണ് അരങ്ങേറുന്നത്. ഏറ്റവും ഒടുവിൽ നിലവിൽ മഹാവികാസ് അഘാഡി മുസ്ലിം മതപണ്ഡിതന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പ്രസ്താവന. ആ രീതിയിൽ എല്ലാ തരത്തിലും രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും മഹാരാഷ്ട്രയിലേത്. 2019 തെരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി മഹാവികാസ് അഘാഡിനായിരുന്നു ഭരണം. എന്നാൽ അതിനുശേഷം NCPയെ പിളർത്തിയതിനു ശേഷവും ഒരു സർക്കാരിനെ രൂപീകരിക്കാൻ മഹാവികാസ് അഘാഡി ശ്രമിച്ചിരുന്നു. പക്ഷേ അതും നടക്കാതെ വന്നപ്പോൾ ശിവസേനയുമായി വിഭജിച്ച് ഓപ്പറേഷൻ താമരയിലൂടെ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു BJP. അത്തരത്തിൽ പല വിധത്തിലുള്ള മഹാരാഷ്ട്ര രാഷ്ട്രീയ നാടകങ്ങളാണ് 2019 മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ മഹാരാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ എങ്ങനെയെങ്കിലും അധികാരം കയ്യേറുക എന്ന BJPയുടെ ലക്ഷ്യത്തിനായി എന്തും ചെയ്യാൻ തയ്യാറാണ് അവർ നിലയുറപ്പിച്ചിരിക്കുന്നതും. സർവേ പ്രകാരം ഇരു മുന്നണികൾക്കും സാധ്യതകൾ ഉള്ളതായാണ് വ്യക്തമാകുന്നത്. ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ വികസനങ്ങളെക്കാൾ സൗജന്യ പദ്ധതികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിൽ പ്രധാനമായും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും വൃദ്ധർക്കും കിട്ടേണ്ട കാര്യങ്ങളാണ് ചർച്ചാ വിഷയത്തിൽ പരിഗണന. ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സൗജന്യമായി 1500 രൂപ പ്രതിമാസ സഹായം നടപ്പിലാക്കിയത്. ഇതിന് സമാനമായ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്കീമുകളും നിലവിലെ ഷിൻഡെ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. അതേസമയം മറുഭാഗത്തും ഇതിനെയെല്ലാം പ്രതിരോധിക്കാനായി സൗജന്യ സഹായങ്ങൾ മുന്നണികൾ ഒരുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ആര് ജയിക്കുമെന്നത് കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതും. ഷിൻഡെ വിഭാഗം ക്ഷേമ പദ്ധതികളിലൂടെയാണ് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പ്രധാനമായും ഗ്രാമീണ മേഖലയുടെ വികസനമാണ് ഷിൻഡെ വിഭാഗത്തിന്റെ ലക്ഷ്യം. ഏക്നാഥ് ഷിൻഡെ മുൻ മഹാവികാസ് അഘാഡി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വികസന വിരുദ്ധ സർക്കാർ എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂനെയിലെ വോട്ടർമാർ മഹായുതിക്കൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. MVA വികസന പദ്ധതികൾ സ്തംഭിക്കുകയാണെന്നും പൊതുജനക്ഷേമത്തിന് മുൻഗണന നൽകുകയാണെന്നും ഷിൻഡെ കുറ്റപ്പെടുത്തി. അധികാരത്തിന്റെ അത്യാഗ്രഹത്താൽ നയിക്കപ്പെടുന്ന പ്രകൃതി വിരുദ്ധ സഖ്യം രൂപീകരിച്ചതിന് MVA വിമർശിച്ചു. അധികാരത്തിന്റെ അത്യാർത്തിക്ക് വേണ്ടിയാണ് അവർ അസ്വാഭാവികമായ കൂട്ടുകെട്ടുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു.